നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് വിനോദയാത്ര ഇഷ്ടമല്ലേ? എന്ത് ചോദ്യമെന്നല്ലേ? വിനോദയാത്ര ഇഷ്ടപ്പെടാത്തവർ ആരാണുണ്ടാവുക അല്ലേ? നിങ്ങൾ ആരുടെ കൂടെയാണ് വിനോദയാത്രയ്ക്ക് പോയത്? സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം പോയെന്നോ? പിന്നാരോടൊപ്പമാണ് പോയത്? വീട്ടുകാരോടൊപ്പം പോയല്ലേ? നിങ്ങൾ എവിടൊക്കെയാണ് വിനോദയാത്രയ്ക്ക് പോയത്? ബേക്കൽ കോട്ടയിലേക്കോ? പിന്നെ എവിടേക്കെല്ലാമാണ് പോയത്? ആതിരപ്പള്ളിയിലേക്കോ? കോവളം ബീച്ചിലേക്ക് പോയെന്നോ? ഇടുക്കി ഡാമിലേക്ക് പോയല്ലേ? നിങ്ങൾ ആരെങ്കിലും പക്ഷി സങ്കേതം സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യമായി നമുക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ കവാടമാണിത്. ഗേറ്റിൽ എഴുതിയിരിക്കുന്ന പേര് കൂട്ടുകാർ ശ്രദ്ധിച്ചോ? എന്താണ് എഴുതിയിരിക്കുന്നത്? അതെ, ശരിയാണ്, സലീം അലി പക്ഷി നിരീക്ഷണ പാത അല്ലേ? സലീം അലിയെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, സലീം അലി അല്ലേ? പ്രസിദ്ധ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ബഹുമാനാർത്ഥമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സലീം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്ന് നാമകരണം ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പക്ഷി സങ്കേതം ഏതാണെന്ന് നോക്കാം. കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുമരകത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കുമരകം പക്ഷി സങ്കേതത്തിന് വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നും പേരുണ്ട്. ആയിരക്കണക്കിന് ദേശാടന പക്ഷികളും ജലപക്ഷികളും നമുക്ക് കുമരകം പക്ഷി സങ്കേതത്തിൽ കാണാം. അടുത്തതായി നമുക്ക് പക്ഷിപാതാളത്തെക്കുറിച്ച് നോക്കാം. കേരള കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരിയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ കൊടും കാടും പുൽമേടുകളും മലകളും കയറ്റവും ഇറക്കവും ഒക്കെ താണ്ടി വേണം പക്ഷിപാതാളത്തിലെത്താൻ. അടുത്തതായി നമുക്ക് കടലുണ്ടി പക്ഷി സങ്കേതത്തെ വിശേഷങ്ങൾ നോക്കാം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കടലുണ്ടി നഗരത്തിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 100-ലേറെ തദ്ദേശീയ പക്ഷികളും 60 ഇനത്തിലേറെ ദേശാടന പക്ഷികളും കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷികളുടെ ലോകം അത്ഭുതം നിറഞ്ഞതാണെന്ന് കൂട്ടുകാർക്ക് തോന്നിയിട്ടില്ലേ? ഓരോ പക്ഷിയും ഇര തേടലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും സഞ്ചരിക്കുന്നതും ഓരോ തരത്തിലാണല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പക്ഷികൾ ഏതൊക്കെയാണ്? തത്തയെ ഇഷ്ടമാണല്ലേ? മയിലിനെ ഇഷ്ടമാണെന്നോ? കുരുവിയെ ഇഷ്ടമാണല്ലേ? നമുക്ക് ചില പക്ഷികളുടെ വിശേഷങ്ങൾ ഒന്ന് നോക്കിയാലോ? ഞാൻ പക്ഷികളുടെ കൂട്ടത്തിലെ നൃത്തക്കാരൻ. മഴ കാണുമ്പോൾ ഞാൻ നൃത്തം ചെയ്യും. നീല നിറത്തോട് കൂടിയ വിശ്വരി പോലെയുള്ള തൂവലുകളാണ് എൻ്റേത്.
ഇത് ഏതു പക്ഷിയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, തൂവലുകളുടെ കാര്യം പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന പക്ഷി, അതെ, മയിൽ തന്നെ. മയിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പക്ഷികളുടെ കൂട്ടത്തിലെ നൃത്തക്കാരൻ. മഴ കാണുമ്പോഴാണ് നൃത്തം ചെയ്യുന്നത്. നീല നിറത്തോട് കൂടിയ വിഷറി പോലെയുള്ള തൂവലുകൾ. ഇതൊക്കെയാണ് മയിലിൻ്റെ സവിശേഷതകൾ. കേരളത്തിലെ ഏക മയിൽ സങ്കേതം എവിടെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ എന്ന സ്ഥലത്താണ്. ഒരേ സമയത്ത് ധാരാളം മയിലുകളെ നമുക്ക് കാണാം. ധാരാളം അറിവുകളും അനുഭവങ്ങളും നൽകുന്നതാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ വനത്തിലേക്കുള്ള യാത്ര. ഇനി നമുക്ക് അടുത്ത പക്ഷി ഏതാണെന്ന് നോക്കിയാലോ? ഞാൻ പക്ഷികളുടെ രാജാവ്. എൻ്റെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. അതെ, വളരെ ഉയരത്തിൽ നിന്ന്, ഏകദേശം 5 കിലോമീറ്റർ മുകളിൽ നിന്ന് ഇരയെ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് പക്ഷിയാണ് എത്തുന്നത്? പരുന്തിനെ തന്നെ അല്ലേ? പരുന്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പക്ഷികളുടെ രാജാവ്, കാഴ്ചശക്തി വളരെ കൂടുതലാണ്, വളരെ ഉയരത്തിൽ നിന്ന് ഇരയെ കാണാൻ കഴിയുന്നു. ഇതൊക്കെയാണ് പരുന്തിൻ്റെ സവിശേഷതകൾ. അടുത്ത പക്ഷി ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ? എന്നെ വ്യാപകമായി വീട്ടിൽ വളർത്തുന്നു. പ്രധാനമായും മുട്ടയ്ക്കും മാംസത്തിനുമാണ് എന്നെ വളർത്തുന്നത്. ഇതേത് പക്ഷിയാണ്? അതെ, ശരിയാണ്. പ്രധാനമായും മുട്ടയ്ക്കും മാംസത്തിനുമാണ് വളർത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് പക്ഷിയാണ് കടന്നെത്തുന്നത്? അതെ, കോഴിയാണല്ലേ. എന്തൊക്കെയാണ് കോഴിയുടെ സവിശേഷതകൾ എന്ന് കൂട്ടുകാർ പറഞ്ഞു നോക്കൂ. എന്തൊക്കെയാണ്? കോഴിയെ വീട്ടിൽ വ്യാപകമായി വളർത്തുന്നു. പ്രധാനമായും മുട്ടയ്ക്കും മാംസത്തിനുമാണ് കോഴിയെ വളർത്തുന്നത്. ഇതൊക്കെയല്ലേ കോഴിയുടെ സവിശേഷതകൾ? മയിലിനെ കുറിച്ച് ഓർക്കുമ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ ഏത് ചിത്രമാണ് വരുന്നത്? അതെ, മയിൽ നൃത്തം ചെയ്യുന്ന ചിത്രമല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ പരുന്തിനെ കുറിച്ച് ഓർക്കുമ്പോഴോ? വളരെ ഉയരത്തിൽ നിന്ന് തന്റെ ഇരയെ നോക്കി നിൽക്കുന്നത് അല്ലേ? ഇനി താറാവിനെയും കോഴിയെയും കുറിച്ചോർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. താറാവും കോഴിയും നമുക്ക് മുട്ടകൾ തരുന്നു അല്ലേ? ഇനി കൊക്കിനെ കുറിച്ചോർക്കുമ്പോൾ നീണ്ട കൊക്കുമായി നിൽക്കുന്ന കൊക്കിനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ പക്ഷികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കൂട്ടുകാർക്ക് പറയാൻ കഴിയുമോ? അതെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷികൾ മുട്ടയിടുന്നു. പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട്. പക്ഷികൾക്ക് ചിറകുകൾ ഉണ്ട്. പക്ഷികൾക്ക് കൊക്കുകൾ ഉണ്ട്. പക്ഷികളുടെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. പക്ഷികൾ കൂടുകൾ നിർമ്മിക്കുന്നു. ഇതൊക്കെയാണല്ലേ പക്ഷികളുടെ സവിശേഷതകൾ? പക്ഷികളുടെ കൂടുതൽ സവിശേഷതകൾ കൂട്ടുകാർ ശേഖരിക്കണം കേട്ടോ. ഏതൊക്കെയാണ് പക്ഷികളുടെ സവിശേഷതകൾ? പക്ഷികൾ മുട്ടയിടുന്നു. പക്ഷികൾക്ക് തൂവലുകളുണ്ട്. പക്ഷികൾക്ക് ചിറകുകളുണ്ട്. പക്ഷികൾക്ക് കൊക്കുകളുണ്ട്. പക്ഷികളുടെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. പക്ഷികൾ കൂട് നിർമ്മിക്കുന്നു. എല്ലാ പക്ഷികളും സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും ഒരേപോലെയാണോ? അല്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ?
നമുക്ക് കൊക്കിൻ്റെ ശാരീരിക പ്രത്യേകതകൾ ഒന്ന് നോക്കിയാലോ? കൊക്കുകൾ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് മത്സ്യം പിടിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് ശാരീരിക പ്രത്യേകതയാണ് കൊക്കിനെ എളുപ്പത്തിൽ വെള്ളത്തിൽ നിന്ന് മത്സ്യം പിടിക്കാൻ സഹായിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിയാണ്, കൊക്കുകളുടെ നീണ്ട ഈ കൊക്കാണ് കൊക്കിനെ എളുപ്പത്തിൽ വെള്ളത്തിൽ നിന്ന് മത്സ്യം പിടിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊക്കുകൾ എളുപ്പത്തിൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് ശാരീരിക പ്രത്യേകതയാണ് ഇതിന് കൊക്കിന് സഹായിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതെ, അതിൻ്റെ നീളമേറിയ കാലുകൾ ഉള്ളത് കൊണ്ടാണ് കൊക്കിന് എളുപ്പത്തിൽ വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. കൂട്ടുകാരെ, നമുക്ക് കൊക്കിൻ്റെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? കൂട്ടുകാരെ, അനുകൂലനം എന്താണെന്ന് നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ ഓരോ വ്യത്യസ്തമായ ശാരീരിക പ്രത്യേകതകൾ ഉണ്ടാവും, അല്ലേ കൂട്ടുകാരെ? ഇതിനാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊക്കിൻ്റെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? ഒന്നാമത്തേത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നീളമേറിയ കാലുകൾ. ഈ നീളമേറിയ കാലുകൾ കൊക്കിനെ എളുപ്പത്തിൽ വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ഇനി രണ്ടാമത്തേത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നീളമുള്ള കൊക്ക്. നീളമേറിയ ഈ കൊക്കുകൾ കൊക്കിനെ എളുപ്പത്തിൽ വെള്ളത്തിൽ നിന്ന് തൻ്റെ ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് പക്ഷികളുടെ കൂട്ടത്തിലെ സുന്ദരിയെക്കുറിച്ച് പഠിച്ചാലോ? മനുഷ്യനോട് ഏറ്റവും ഇണങ്ങുന്ന ജീവി. ഇതേത് പക്ഷിയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. തത്തയെക്കുറിച്ച് തന്നെ. തത്തകൾ എളുപ്പത്തിൽ വിത്തുകൾ കൊത്തി തിന്നുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് ശാരീരിക പ്രത്യേകതയാണ് ഇതിന് തത്തയെ സഹായിക്കുന്നത്? തത്തയുടെ കൊക്കിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയുള്ള കൊക്കാണിത്? അതെ, ശക്തമായ വളഞ്ഞ കൊക്കുകൾ, അല്ലേ? ഈ ശക്തമായ വളഞ്ഞ കൊക്കുകൾ ഉള്ളത് കൊണ്ടാണ് തത്തയ്ക്ക് എളുപ്പത്തിൽ വിത്തുകൾ കൊത്തി തിന്നാൻ കഴിയുന്നത്. നോക്കൂ, തത്തയുടെ കാലിലേക്ക് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയുള്ള കാലുകളാണിത്? നഖങ്ങളോട് കൂടിയ കാലുകൾ, അല്ലേ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, തത്തകൾ മരത്തിൽ ഇരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ നഖങ്ങളോട് കൂടിയ കാലുകൾ ഉള്ളത് കൊണ്ടാണ് തത്തയ്ക്ക് മരത്തിൽ ഇരിക്കാൻ കഴിയുന്നത്. തത്തകൾക്ക് ഇരയെ കൊത്തിയെടുക്കാനും നഖങ്ങളോട് കൂടിയ കാലുകൾ സഹായിക്കുന്നുണ്ട്. നമുക്ക് തത്തയുടെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? ശാരീരിക പ്രത്യേകതകൾ, അനുകൂലനങ്ങൾ. ഒന്നാമത്തേത് നോക്കാം. നഖങ്ങളോട് കൂടിയ കാലുകൾ. അനുകൂലനം. ഈ നഖങ്ങളോട് കൂടിയ കാലുകൾ തത്തയ്ക്ക് മരത്തിൽ ഇരിക്കാനും ഇരകളെ കൊത്തിയെടുക്കാനും സഹായിക്കുന്നു. ശക്തമായ വളഞ്ഞ കൊക്കുകൾ. അനുകൂലനം. ഈ ശക്തമായ വളഞ്ഞ കൊക്കുകൾ തത്തയ്ക്ക് വിത്തുകൾ എളുപ്പത്തിൽ കൊത്തി തിന്നാൻ സഹായിക്കുന്നു. ഇന്ത്യയിൽ വളർത്തു പക്ഷികളിൽ ഒന്നാം സ്ഥാനം ഏതിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതെ, ഒന്നാം സ്ഥാനം കോഴിക്കാണല്ലേ. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഏതിനാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
അതെ, രണ്ടാം സ്ഥാനം താറാവിനാണ്. താറാവിനെ കാണുമ്പോൾ നിങ്ങളുടെ കാഴ്ചയിൽ എന്താണ് പെടുക? മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല എണ്ണ തേച്ച് സുന്ദരമാക്കി വെച്ച പോലുള്ള തൂവലുകൾ അല്ലേ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഈ എണ്ണമയമുള്ള തൂവലുകളും താറാവിൻ്റെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പും ജലാശയങ്ങളിൽ വളരെ നേരം നീന്താനും ഇരപിടിക്കാനും സഹായിക്കുന്നു. താറാവിൻ്റെ വിരലുകളുടെ പ്രത്യേകത കൂട്ടുകാർ ശ്രദ്ധിച്ചോ? എങ്ങനെയുള്ള വിരലുകളാണ്? നല്ല പരന്ന് ചർമ്മങ്ങളോട് കൂടിയ വിരലുകൾ അല്ലേ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതെ, ജലാശയങ്ങളിൽ നീന്താൻ സഹായിക്കുന്നു. താറാവിൻ്റെ ചുണ്ടുകളിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയുള്ള ചുണ്ടാണിത്? നല്ല പരന്ന ചുണ്ട് അല്ലേ? താറാവ് ഇരയെ പിടിക്കുമ്പോൾ ഇരയോടൊപ്പം കുറച്ച് വെള്ളം വായ്ക്കകത്ത് കടക്കും. താറാവിൻ്റെ കൊക്കിൻ്റെ വശങ്ങളിലുള്ള പ്ലേറ്റുകൾ ഒരു അരിപ്പ് പോലെ പ്രവർത്തിച്ച് ഇര രക്ഷപ്പെടാതെ വെള്ളം പുറത്തേക്ക് പോകും. നമുക്ക് താറാവിൻ്റെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തിയാലോ? ശാരീരിക പ്രത്യേകതകൾ, അനുകൂലനങ്ങൾ. ഒന്നാമത്തത് നോക്കാം. നല്ല പരന്ന് വലിപ്പമേറിയ ചുണ്ട്. അനുകൂലനം: നല്ല പരന്ന് വലിപ്പമേറിയ ചുണ്ട് താറാവിനെ ഇര പിടിക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ചർമ്മബന്ധിതമായ വിരലുകൾ. അനുകൂലനം: ചർമ്മബന്ധിതമായ വിരലുകൾ താറാവിനെ നീന്താൻ സഹായിക്കുന്നു. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, പിന്നെയോ പക്ഷികളുടെ പ്രധാന സവിശേഷതകൾ, പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും. കൂട്ടുകാരെ, പക്ഷികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.